ആദ്യത്തെ സിനിമ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു പറഞ്ഞു പോയത്. ഇപ്പം ഇത് എന്ന് പറയുമ്പം ഒരു കോമഡി അങ്ങനത്തെ ഒരു ജേണറിലേക്ക് വന്നു. സബ്ജക്ട് സീരിയസ് സീരിയസ് ആയിട്ടാണ് പറയുന്നത്, പക്ഷെ ട്രീറ്റ്മെന്റ് ഹ്യൂമറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ചേഞ്ച് അങ്ങനെ മനഃപൂർവ്വം കൊണ്ടുവന്ന ഒരു ചേഞ്ച് ആണോ? അതെ, മനഃപൂർവ്വം. കാരണം മറ്റേതൊരു ബയോപിക് ആയിരുന്നു, ഒരാളുടെ ജീവിത കഥയായിരുന്നു, നമുക്ക് അതിൽ പരിമിതികൾ ഉണ്ടായിരുന്നു. അതിലും ബയോപിക് തന്നെയല്ലോ. ഒരാളുടെ ബയോപിക് ആണ്, തിരക്കഥാകൃത്തിന്റെ ബയോപിക്. ഞാൻ ചോദിച്ചു, ഇത് തിരക്കഥാകൃത്തിന്റെ ശരിക്കും അല്ല, ഇത് നമ്മുടെ ഇത് ബയോപിക് ഓഫ് മില്യൺ പീപ്പിൾസ് എന്നതാണ് ഇതിന്റെ. കാരണം അത്രയും ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ്. ഈ പടം കണ്ട് ഇറങ്ങുമ്പോ എല്ലാവരും ഒന്ന് ഇത് നമ്മളിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനപ്പുറത്തേക്ക് ഇതാ തിയേറ്ററിൽ എല്ലാം കഴിഞ്ഞ് തിയേറ്ററിൽ ഇത് ആ രീതിയിൽ വർക്ക് ആവുക എന്നുള്ളതാണോ നമ്മളിപ്പോ ഇങ്ങനെ പറയാന്നുള്ളതിനപ്പുറത്ത് അത് അങ്ങനെ ആവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അതെ, ആൾക്കാരെ ചിന്തിച്ചില്ല, ഞാൻ ചിന്തിക്കും. എന്നാലും അവരെന്ത് ചിന്തിച്ചു, ഏത് സമയത്താണ് ആമിറിനെ കണ്ടുപിടിച്ചത്? അതെ, ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് ഇപ്പൊ ആയിഷ എന്നുള്ള സിനിമ അതുപോലത്തെ ഒരു സിനിമയിൽ ചെയ്യും മീൻസ് കൊമേഴ്ഷ്യലി വൈബിൾ ആയിട്ടുള്ള സിനിമ, അങ്ങനെ നമുക്ക് ഇവിടെ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ മാജിക് ഫ്രെയിംസ് ഈയിടെ ഒരിക്കൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഹിറ്റ് സിനിമ, ഞാൻ ഏതൊരു സിനിമ കണ്ടു വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമ കണ്ടു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ കൊള്ളാം, അടിപൊളി സിനിമ. ഇങ്ങനെ ഹിറ്റ് സിനിമയും കണ്ട് നടന്നാൽ മതിയോ, ഹിറ്റ് അടിക്കേണ്ടതെന്ന് വെച്ചു. അല്ല, ആ ഹിറ്റ് അടിക്കുക എന്ന് പറയുന്നതും അങ്ങനെ ഒരു കൊമേഴ്ഷ്യലി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ എന്ന് വെച്ചാൽ നല്ല സിനിമയായിരിക്കും, കണ്ടന്റ് വൈസും അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ചുള്ള മേക്കിംഗ് വൈസ് ഒക്കെ നല്ലതായിരിക്കും. പക്ഷെ ആൾക്കാർക്ക് തിയേറ്ററിൽ ആ രീതിയിൽ ഇപ്പോൾ ഒന്നാമത് പോസ്റ്റ് കോവിഡിന് ശേഷമൊക്കെ സിനിമ ആസ്വാദനം എന്ന് പറയുന്നത് നമ്മൾ ഇനി കാണാത്ത സിനിമകളില്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർ എല്ലാത്തരം സിനിമകളും എല്ലാ ഫ്ലേവറുകളും അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അവരുടെ മുന്നിലേക്കാണ് നമ്മൾ അവരെ ചിരിക്കാനൊക്കെ ചെറിയ എന്തെങ്കിലും, ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ പോയാൽ ചെറിയ എന്തെങ്കിലും വരുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ വല്ലാതെ ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ആൾക്കാർക്കിടയിലേക്ക് 2 മണിക്കൂർ എല്ലാം മറന്ന് ആസ്വദിച്ച് എന്നാൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള അയൽപ്പക്കത്തുള്ള അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള എന്നൊക്കെ തോന്നിപ്പിക്കുന്ന കോലത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പൊ അത് സുരാജേട്ടൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുരാജേട്ടൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. കണ്ടന്റ് പുതിയതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസം ആണ്. അപ്പോൾ 20-ാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. നിങ്ങളെല്ലാവരും സിനിമ, വലിയ വലിയ സിനിമകൾ കൂടെയുണ്ട്, എന്നാലും ഈ ഒരു ചെറിയ വള്ളംകളി നടക്കുകയാണല്ലോ. വലിയ വലിയ വള്ളങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഓളമൊന്നും ഇല്ലാതെ ഒരു കുഞ്ഞു വള്ളം വന്ന് തുഴഞ്ഞു വരികയാണ്. തുഴച്ചിലുകാരെല്ലാം നന്നായിട്ട് തുഴയുന്നവരാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ തുഴയും. അപ്പോൾ ബാക്കി നിങ്ങൾ ഏറ്റെടുക്കുക. പിന്നെ എല്ലാം വള്ളം സ്ട്രോങ് ആണ്, കോൺഫിഡൻസ് ആണല്ലോ പ്രഷർ കൊടുക്കാനുള്ള, അല്ലേ? അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് ഇറങ്ങുന്ന ഒരു പടമായി ഇടി മാറട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.